നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ് വലുത്, വ്യക്തികളാണ് വലുത്, അതോ അതിനേക്കാൾ മുകളിൽ അതിനേക്കാൾ ഉപരിയായി ഈശോയുടെ സാന്നിധ്യം നമ്മൾ വില കൊടുക്കുന്നുണ്ടോ, വലുതായി നമ്മൾ ജീവിതത്തിൽ കാണുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം നമ്മളോട് ചോദിക്കേണ്ടത്. പരിശുദ്ധ അമ്മേ മാതാവേ, നിന്റെ സഹായം ഞങ്ങൾക്ക് ഏറെ അനിവാര്യമായിരിക്കുന്ന കാലത്ത് ദിവസത്തിലിതാ നിന്റെ ചാരെ ഞങ്ങൾ അണയുകയാണ്. അമ്മേ മാതാവേ, നിന്റെ കരം പിടിക്കുന്ന വടക്കരം തിരുക്കരങ്ങളിലേക്കും നിന്റെ വിമല ഹൃദയത്തിൽ ഏൽപ്പിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിലേക്കുമാണ് എത്തിപ്പെടുകയും ഈ തിരുഹൃദയദാസന്റെ പുണ്യ കപടാണ് ഞങ്ങളും ആ വലിയ സ്വർഗീയ വ്യക്തിയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് മത്തായിച്ചിനോട് പ്രത്യേകം അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സഹായവും അമ്മയോടുള്ള അപേക്ഷയെ നമ്മുടെ ജീവിതത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, നീ സ്നേഹിക്കുന്ന ഒരു മകനാകുക, മകളാകുക, അതുവഴി ഈശോയുടെ ഏറ്റവും വിലപ്പെട്ട ഒരു മകനായി മകളായി തീരുക. അതാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരം. അമ്മയോടൊത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവനോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു, അങ്ങയുടെ ദുഃഖമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈശ്വരയുടെ സകലവിധ വാഗ്ദാനങ്ങൾ, അനുഗ്രഹങ്ങൾ, അഭിഷേകത്തിന് ഇന്നേ ദിനം ഞങ്ങൾ ഓരോരുത്തരും നിറസാക്ഷികളായി തീരുവാനും പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മ ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഏറെ പ്രിയം നിറഞ്ഞ വിശുദ്ധ പിതാവേയും സകലമാലാഹുമാരെ സകല വിശുദ്ധരെയും ഞങ്ങളോട് പേരിന്റെ കാരണബോധനായ വിശുദ്ധരെയും ഞങ്ങളോട് നിറ കാവലായി കൂടെ നിൽക്കുന്ന കാവൽ മാലാഹമാരെയും ഞങ്ങളോട് മാതൃ ദേവാലയ മധ്യസ്ഥരെയും ഈ ആലയത്തിൽ മകനെ മാധ്യസ്ഥം ഞങ്ങൾ അനുഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് ഞങ്ങൾ മാധ്യസ്ഥം തേടുന്ന ധന്യകതലക്കട്ടൽ മത്തായി ഒരു നിമിഷം കൈകളൊന്ന് കൂട്ടി ഈ തിരുവചന വഴികളുടെ മുമ്പിൽ നമ്മുടെ കാതകൾ പൂർത്തിക്കാം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവിധത്തിൽ പ്രവർത്തിക്കുകയും ശക്തരായും എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ കുഞ്ഞുങ്ങളുടെ ശക്തി പ്രകടിപ്പിച്ച് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ച് ശക്തരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ട് എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറുപ്പിയോടെ പറഞ്ഞയച്ചു. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പെട്ടു. അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ എന്റെ അഭിവാദന സ്വരം എന്റെ ശരീരത്തിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവർ ഭാഗ്യവതിയെ. അനുഗ്രഹിക്കപ്പെട്ട സമർപ്പിത സഹോദരങ്ങളെ, മാതാപിതാക്കളെ, സഹോദരന്മാരെ, തമ്മിലൊരുക്കിയ സ്നേഹത്തിന്റെ കൂട്ടായ്മയുടെ കൂടി വരവും ഒരു വിശുദ്ധമായ സ്ഥലത്തുള്ള ഈ ഒരു ശുശ്രൂഷയിലേക്ക് ദൈവം നമ്മളെ ആയിരിക്കുമ്പോൾ നമുക്ക് നന്ദിയോടുകൂടി ആയിരിക്കാം. ചെറിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കൊരു ഇൻപുട്ടായിട്ട് നമ്മളിൽ സ്വായത്തമാകേണ്ട, നമ്മളിൽ അനർത്ഥമാകേണ്ട, നമ്മുടെ ജീവിതം ഏറെ ഭാഗഭാഗിത്വം വഹിക്കേണ്ട ഒരു കാര്യമുണ്ട്. രണ്ട്, അതിൽ നമ്മൾ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പുറത്തേക്ക്, അത് നമ്മുടെ ഔട്ട്പുട്ട് സെഷൻ എന്ന് പറയുന്നത് പുറത്തേക്കുള്ള നമ്മുടെ വ്യാപാരങ്ങളിലും
ആകാൻ എത്തിപ്പെടേണ്ട ചില കാഴ്ചപ്പാടുകളുടെ സംബന്ധിച്ച രണ്ട് കാര്യങ്ങൾ അച്ഛനോട് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ ജീവിതത്തിൻ്റെ വിജയ പരാജയങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളവിടെയേറെ നമ്മൾ കാണേണ്ട ഒരു മേഖല, നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതം സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ വകെ ഒരു ആരാധ്യ ഹൃദയത്തിന്റെ ഉടമയായി നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ശരിക്കും ഒരു യഥാർത്ഥ സ്ഥായിയായ നിലനിർപ്പുള്ള കെട്ടുറപ്പുള്ള ഒരു വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സർവശക്തനിൽ ഒരു ആരാധ്യ ഹൃദയത്തിന്റെ ഉടമയായിക്കൊണ്ടുള്ള ഒരു ആരാധ്യ ജീവിതത്തിന്റെ ഉള്ള ആ ജീവിതത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ഉയർച്ചയാണ്, വളർച്ചയാണ്, കെട്ടിപ്പിടിക്കലാണ് യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് അച്ഛൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്ക് എപ്പോഴും ഒരു ആരാധ്യ ഹൃദയം, ഒരു ആരാധ്യ ജീവിതം ഏറ്റവും അടിസ്ഥാന ഘടകമായി നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രകടമാകട്ടെ. ഇപ്പൊ നമുക്കറിയാം, ആരാധന നമ്മൾ ദൈവത്തിന് മാത്രമാണ് അർപ്പിക്കുന്നത്. ആരാധിക്കുക എന്ന് പറയുന്നത് നാം ദൈവസന്നിധിയിലായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഏറെ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രതികൂലങ്ങളാകട്ടെ, എത്ര പ്രതിസന്ധികളാകട്ടെ, എത്ര പ്രശ്നങ്ങളാകട്ടെ, എത്ര തിക്കുമുട്ടലുകളാകട്ടെ, എത്ര പ്രലോഭന പാവഹേതുവാകുന്ന സാഹചര്യങ്ങളുടെ സന്ദർഭങ്ങളുടെ സമ്മർദ്ദമായിക്കോട്ടെ പ്രിയമുള്ളവരെ, നമുക്ക് അടിസ്ഥാനത്തിൽ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ഒരു ആരാധനയിൽ, ഒരു ആരാധ്യ ജീവിതത്തെ നമ്മളേറെ മാനിച്ച് നിലകൊടുത്ത് അവിടെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. നമുക്കറിയാലോ, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് മോശയെ ദൈവം തിരഞ്ഞെടുത്ത് ഈ ഫറവോന്റെ അടുത്തേക്ക് അയക്കുമ്പോൾ ഫറവോയോട് മോശ പറയുന്ന കാര്യമുണ്ട്, ഈ ജനങ്ങളെ എന്തിനാ വിട്ടുതരുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? എന്തിനാ ഇസ്രായേൽ ജനങ്ങളെ വിട്ടുതരാൻ പറയുന്നത് ഫറവോയോട്? ദൈവമായ കർത്താവിനെ ആരാധിക്കുക. നമ്മൾ ഇതിൽ ഓർക്കുക, നമ്മുടെ എല്ലാം ഈ ലോകത്തിന്റെ പ്രശ്നത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുമ്പോഴും പ്രിയമുള്ള ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് നിനക്കൊരു ആരാധനയുടെ ജീവിതം, ആരാധനയുടെ ജീവിത അവസ്ഥയ്ക്ക് നീ ആക്കം കൂട്ടുന്നുണ്ട്, വില കൽപ്പിക്കുന്നുണ്ട്. എന്തുമാത്രം ഇപ്പൊ പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, തിക്കുമുട്ടലുകളുണ്ട്, ചിന്തിക്കാനാവാത്ത വിധം, അല്ലെങ്കിൽ പറയില്ല ഒരു ഉത്തരം കിട്ടാത്ത വിധമുള്ള അത്രമാത്രം അസ്വസ്ഥതകൾ നടുവിലൂടെ ആകട്ടെ നിന്ന് പോകട്ടെ. പക്ഷെ ഇതിനിടയെല്ലാം ഇടയിൽ ഒരു ആരാധ്യ ജീവിതത്തിന്റെ അടിസ്ഥാനം നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നുണ്ടോ? ഇനി ആരാധനയിൽ ഇരിക്കുക, അതിന് ചേർന്നത് രണ്ട് കാര്യങ്ങൾ കൂടിയാണ്: ആദരിക്കുക, അനുസരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ആരാധനയിലുള്ള സമർപ്പണവും ആരാധന കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അനുവദിക്കുന്ന സ്ഥലത്ത് ഒരു ആദരവിന്റെയും ഒരു അനുസരണത്തിന്റെയും തലത്തിലൂടെ നമുക്ക് എന്തുമാത്രം നമ്മുടെ ജീവിതത്തെ കടത്തിവിടാൻ പറ്റുന്നോ അത്രയുണ്ട് ദൈവിക ഇടപെടലുകൾക്ക്, ദൈവാനുഗ്രഹത്തിന് നമ്മുടെ ജീവിതം കാരണമാകുന്നത്. അത് ഏറ്റവും നല്ലൊരു മാതൃകയാണ്, ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്, ഏറ്റവും നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ മറിയം. ആ പരിശുദ്ധ മറിയം എന്തുകൊണ്ടാണ് ദൈവമായ കർത്താവ് രക്ഷാകര പദ്ധതിയുടെ ഭാഗം പരിശുദ്ധ മറിയത്തെ തിരഞ്ഞെടുത്തതിന്റെ പിന്നിൽ ഈ പരിശുദ്ധ അമ്മയെ ആരെന്ന് വിവരിക്കുന്ന അമ്മയുടെ ഓട്ടോബയോഗ്രഫിയാണ്, അമ്മയുടെ ജീവിത അവസ്ഥയാണ് നമ്മുടെ സ്തോത്രഗീതത്തിൽ കണ്ടത്. ഇനി ഈ സ്തോത്രഗീതത്തെ അനർത്ഥകമായ അമ്മ സമർപ്പിച്ച ആ ഒരു ജീവിതം എങ്ങനെ അമ്മ പുറത്തേക്ക് പോയി എന്നതിനിടയിലാണ് എലിസബത്തിന്റെ ഭവനത്തിലേക്ക് വന്നൊരു കാര്യം. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ അടങ്ങിയിരിക്കുന്നത് ഈ നിലപാട്, ഒരു ആരാധ്യ ജീവിതം തുടർന്നങ്ങോട്ട് ദൈവം അനുവദിക്കുന്നവയെ, ദൈവം ഏൽപ്പിക്കുന്നവയോട് തികഞ്ഞ ആദരവും തികഞ്ഞ അനുസരണ വിധേയത്വം കൽപ്പിച്ച ഒരു മഹനീയ മാതൃകയുടെ ഏറ്റവും വലിയ സത്യം പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മളെ കാണിച്ചു തരുന്നതും പോലെ. അതുകൊണ്ട് നമ്മുടെ എളിയ ജീവിതത്തെ നമ്മളേറെ കരുപ്പിടിപ്പിക്കേണ്ട ഈ എളിയ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ സമ്പന്നരാണ് ഈ ഒരു കാര്യത്തിൽ ഇൻപുട്ട് നമ്മുടെ ഇന്നിൽ നമ്മളിൽ അനർത്ഥകമാകേണ്ട, നമ്മുടെ സാക്ഷികളായി മാറേണ്ട, നമ്മളിൽ തന്നെ രൂപപ്പെടേണ്ട മൂന്ന് തലമാണ് ആരാധനയിലായിരിക്കുന്ന ജീവിതം. രണ്ട്, അതിന് ചേർന്ന് വരുന്നത് നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ പ്രകടമാകേണ്ട ആദരവിന്റെ ജീവിതം, അനുസരിക്കുന്ന ജീവിതം. നിനക്ക് ആദരിക്കുന്ന ഒരു നിലപാടുണ്ടോ? നിനക്ക് അനുസരിക്കുന്ന ഒരു ജീവിതമുണ്ടോ? എങ്കിൽ നമ്മുടെ മുമ്പിൽ കുടികൊള്ളുന്ന വ്യക്തിയുടെ പേര് സാക്ഷാൽ ദൈവമെന്ന് പറയുന്നുണ്ടോ? ആദരിക്കുന്നവരുടെ മുമ്പിൽ, അനുസരിക്കുന്നവരുടെ മുമ്പിൽ കുടികൊള്ളുന്ന വ്യക്തിയുടെ പേരാണ് ദൈവം. ഇനി ആദരിക്കുന്നവരുടെ മുമ്പിൽ, അനുസരിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രകടമാവുന്ന ശക്തിയുടെ പേരാണ് ദൈവിക ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എത്ര കണ്ട് ആദരവിനും എത്ര കണ്ട് അനുസരണത്തിനും ജീവിതത്തെ കൊടുക്കുവാൻ, ഏൽപ്പിക്കുവാൻ, അതിലൂടെ ജീവിതത്തെ കടത്തിവിടാൻ നീ ആഗ്രഹിക്കുന്നുവോ അത്ര കണ്ട് നീ ദൈവത്തിന്റെ പ്രതിപരീക്ഷനായി മാറുക മാത്രമല്ല നിന്നിൽ അടിപൊളി പ്രകടമാവുന്നത് ദൈവിക ശക്തി
നല്ല നിലനിൽപ്പുള്ള കെട്ടുറപ്പുള്ള ഉയർച്ചയും വളർച്ചയും നേട്ടമൊക്കെ നേടിയവരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കോ. ആരാണ് ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ളതും ആരാണ് ഏറ്റവും കൂടുതൽ സമൂഹത്തിന് മാതൃകയായിട്ടുള്ളതും? ജീവിതത്തിൽ ഒരു ആരാധ്യ ഹൃദയത്തിന് അടിത്തറ ഭാവിക്കൊണ്ട് ജീവിതം എവിടെയാണ് ദൈവപ്രകാരം ആയിരിക്കുന്നത് അവിടെ ആദരവിന്റെയും അനുസരണത്തിന്റെയും ഒരു ജീവിതം കെട്ടിപ്പടുത്തുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ആരാധനയാണ് ഇതിന്റെ ബേസ്. ആ ബേസിൽ നിന്നുകൊണ്ട് കെട്ടിപ്പടുക്കേണ്ട ജീവിതം ഒരു ആദരിക്കേണ്ട ജീവിതമാകണം, ഒരു അനുസരിക്കേണ്ട ജീവിതമാകണം. ഇത് നിന്നിൽ പ്രകടമാകേണ്ട ഒരു ഇൻപുട്ട് സെക്ഷൻ നിന്നിൽ പ്രകടമാകേണ്ടതാണെങ്കിൽ നീ നിന്റെ പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതിനെ ഞാൻ ഇപ്പോൾ ചേർത്ത് വരുന്നത് പരിശുദ്ധ അമ്മയുടെ സ്വാതന്ത്ര്യത്തോടാണ്. ഈ ഇൻപുട്ട് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ അമ്മയുടെ ഈ സ്വാതന്ത്ര്യത്തിന്റെ സമയമാണ്. ഇനി ഇതിന്റെ ഔട്ട്പുട്ടാണ് അവിടെ നമുക്ക് ജീവിതത്തിൽ നീ എത്ര കണ്ട് പുറത്തെ വ്യാപാരങ്ങളിൽ, പുറത്തെ പ്രവർത്തികളിൽ, പുറത്തെ കാര്യങ്ങളിൽ, ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നോ നീ അത്ര കണ്ട് അതിന് മുന്നോടിയായിട്ട് ഒരു ആരാധന ജീവിതത്തിന് നീ സാക്ഷ്യമാകണം. അതിന്റെയും അടിസ്ഥാനം പറയുന്നത് നിന്റെ ഇൻപുട്ടിന്റെ അടിസ്ഥാനവും നിന്റെ ഔട്ട്പുട്ടിന്റെ അവസാനമായത് നിന്നിൽ രൂപപ്പെടേണ്ടതിന് നീ പുറത്തേക്ക് പ്രകടമാക്കേണ്ടതിന്റെയും പിന്നിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ആരാധന ജീവിതമാണ്. ഇനി ഈ പുറത്തേക്ക് പോകുന്നതിന്റെ മറ്റൊരു ജീവിത ശൈലി എന്ന് പറയുന്നത് നീ അനുഗ്രഹിക്കുന്നവളായി മാറുക, നീ അഭിനന്ദിക്കുന്നവളായി മാറുക. ഹല്ലേലൂയ. അവിടെ ഞാൻ മൂന്ന് കാര്യം ചേർത്ത് പറഞ്ഞാൽ എളുപ്പമുണ്ട്. നിന്നിൽ രൂപപ്പെടേണ്ടത് ആരാധനയുടെ ജീവിത അവസ്ഥ, അതിനോട് ചേർന്ന് ആദരവിന്റെ അനുസരണത്തിന്റെ ഒരു തലം. രണ്ട്, നിന്റെ പ്രവൃത്തി പദത്തിൽ നിന്റെ ജീവിത ബന്ധങ്ങളുടെ മേഖലകളിൽ നിനക്ക് ജീവിതത്തിൽ സാക്ഷ്യമാകേണ്ടത് ആരാധനയുടെ ബേസിട്ടുകൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു ജീവിതം, മറ്റുള്ളവരെ അഭിനന്ദിക്കുന്ന ഒരു ജീവിതം. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നുചേർന്നിരിക്കുന്ന കർത്താവിന്റെ മഹത്വം ഇതാ നിന്നെ ഉണർത്തുന്ന അലാമായി കടന്നു വരുന്ന വചനം. പ്രിയമുള്ളവരെ, ഈ വചനം കേട്ട് ഉണർന്നിട്ട് നിങ്ങളുടെ വീടിന്റെ സകരാരിയാവുന്ന വീട്ടിലെ ആ പ്രാർത്ഥനാ മുറിയെ തിരുഹൃദയം രൂപിച്ചിട്ടില്ലേ, അവിടേക്ക് വന്ന് മുട്ടുകുത്തിയ ആരെങ്കിലും ഉണ്ട്? അച്ഛൻ മുട്ടുകുത്തിക്കുന്ന പരിപാടിയുടെ മധ്യസ്ഥനായിട്ടല്ല. ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഒരു നമ്മുടെ ആരാധന ബേസ് ചെയ്യുന്ന അവിടെയാണ്. രാവിലെ ഉണർന്ന പാടെ ഉണർത്തിയവന്റെ മുമ്പിൽ നിന്ന് മുട്ടുമടക്കാൻ ശിരസ് നമിക്കാൻ നമുക്കൊന്ന് മനസ്സ് വെച്ചോ. ആത്മാർത്ഥമായിട്ട് അവിടെ നിന്ന് മുട്ടുമടക്കേ. ഇനി ആത്മാർത്ഥമായിട്ട് ഒരു പടി കൂടി പറയും. നിങ്ങൾ ദേവാലയത്തിൽ കയറുമ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ കയറുമ്പോഴും ഒന്ന് പൊട്ടി ഒന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് നോക്കുക. അതിന്റെ അർത്ഥം എന്താ? നെറുകം മുതൽ പാദം വരെ സർവശക്തന്റെ മുമ്പിൽ സർവം സമർപ്പിച്ചുള്ള ഒരു ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും വികാരം കൊണ്ടും വിചാരം കൊണ്ടും ഊരുകൊണ്ടും ഉടലുകൊണ്ടും ഉറ്റവലയം കൊണ്ടും നമ്മൾ ചേർന്ന് സമർപ്പിക്കുന്നതാണ് സമ്പൂർണ്ണ സാഷ്ടാംഗ പ്രണാമം. എന്തിനായി കണ്ടും തടിയും വെച്ച് അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോയാൽ, ഒന്ന് കാറ്റടിച്ചാൽ ഒന്ന് വീണ് പോയാൽ പോയില്ല, കിടപ്പതായി പിന്നെ പോക്കതുമായി. അതുകൊണ്ട് ഓടുന്ന കാലത്ത്, അനങ്ങുന്ന കാലത്ത്, ചലിക്കുന്ന കാലത്ത് തമ്പുരാനെ ഒന്ന് ആരാധിക്കാൻ ഈ ശരീരം കൊണ്ടൊന്ന് കൊടുത്താൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എത്ര വിളിച്ചത് നിങ്ങൾ എത്ര നാളായിട്ടാണ് തമ്പുരാന്റെ മുന്നിൽ ആത്മാർത്ഥമാണ് സ്നേഹത്തോടൊന്ന് മുട്ടുകൊത്തിയത് സാഷ്ടാംഗപ്രണാമം ചെയ്തത്? ദൈവസമക്ഷം നീ വിധേയപ്പെട്ട് വിശുദ്ധതയോടെ മുട്ടുമടക്കിയ ലോക സമക്ഷം, മനുഷ്യ സമക്ഷം, പ്രശ്ന സമക്ഷം നീ മുട്ട് മടക്കേണ്ടി വരികയാണ്. നാം ചിന്തിക്കണം, മുട്ടുമടക്കുന്ന പ്രതിഭാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിന്നിലേക്ക് വരും. പക്ഷെ നീ ദൈവസമക്ഷം നീ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതിസന്ധികളൊക്കെ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളാൽ നിന്നെ അലങ്കരിക്കുന്ന നിമിഷാർത്ഥങ്ങളായിട്ടും. അതാണ് തമ്പുരാനെ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന വെല്ലുവിളി. എന്താ? തമ്പുരാന്റെ ഉപരി പ്രവർത്തികളുടെ, അത്ഭുത പ്രവർത്തികളുടെ അടയാളം നിനക്ക് ആ പ്രവർത്തികളോട് സംഭവിക്കാനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നിങ്ങളിൽ ഇന്നത്തെ കടന്നു വരുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, എന്റെ ജീവിതത്തിന്റെ പ്രഭാതത്തിൽ ദൈവനെ ഉണർത്തിയോ, ഈ ഉണർത്ത് വചന മൊഴികളാൽ ഞാൻ ഉണർന്നു വന്ന് എന്നെ ഉണർത്തിയ സർവശക്തന്റെ പക്കലേക്ക് ഓടി ചെന്ന് അവന്റെ മുമ്പിൽ ഒന്ന് ശിരസ് നമിച്ച് മുട്ടുകൊത്തി സാഷ്ടാംഗ പ്രണാമം ചെയ്ത് എന്നിട്ട് നിങ്ങളൊന്ന് പറയണം. എന്താ നിങ്ങൾ ആദ്യം അതിനകത്ത് ഏറ്റുപറയേണ്ട നിങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനം ഉണ്ടായിരിക്കണം. നിങ്ങൾ രാവിലെ മുട്ടുകുത്തി സമർപ്പിച്ചാൽ നിങ്ങളുടെ ബേസ് നമ്മളിൽ മറ്റാരുമില്ല, നമ്മളിൽ പ്രകടമാകേണ്ട ഒരു പ്ലാറ്റ്ഫോം, നമ്മളിൽ പ്രകടമാകേണ്ട ഒരു അടിസ്ഥാന ഭാവം, അടിസ്ഥാന സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ആരാധ്യ ജീവിതമാണ്. ആരാധ്യ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവസമക്ഷം നമ്മൾ വിനയപ്പെട്ട്
വിധേയപ്പെട്ട് വിശ്വസ്തയോടെ വിട്ടുപടക്കുക. ഒന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് നിറഞ്ഞ മുതലേ നിങ്ങൾ ദൈവം ചെയ്ത് എവിടെ നിങ്ങൾ മുട്ടുകുത്തി സാഷ്ടാംഗ പ്രണാമം ചെയ്താലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എല്ലാവർക്കും വിട്ടുമാറാത്ത ചുമയും വിട്ടുമാറാത്ത തുമ്പലും അലർജിയൊക്കെ ആണല്ലോ. ഒരു അച്ഛൻ വന്ന് പ്രസംഗിച്ചു പറഞ്ഞു എല്ലാവരും മുട്ടുകുത്തി സാഷ്ടാംഗ പ്രണാമം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആ ചക്ക വെട്ടിയതുപോലെ പോയി എവിടെയെങ്കിലും പതി നിങ്ങൾ ഇത് കിടന്നാൽ പോലും ചിലപ്പോൾ തുമ്മോട് തുമ്മും ചുമയോട് ചുമയായിരിക്കും. പിന്നെ ജീവിതം വന്നാലും മക്കളൊക്കെ എണ്ണയിട്ട് പൊരിക്കും. അതുകൊണ്ട് നിങ്ങൾ എവിടെ നിങ്ങൾ പുണ്യപ്പെട്ട പരിശുദ്ധമായ സ്ഥലത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഒട്ടുമൊത്തി സാഷ്ടാംഗ പ്രണാമം ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ വിവേകത്തോടെ മനസ്സിൽ സൂക്ഷിക്കണം. നിങ്ങൾ ഒരിക്കലും നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ശിരസോ മൂക്കോ നെറ്റിയോ തലയിൽ മുട്ടിക്കരുത്. കേൾക്കണേ, വള്ളിയും പുള്ളിയും വികസിപ്പിക്കണം. നേരിട്ട് നിങ്ങളുടെ ശിരസ് നിങ്ങൾ തലയിൽ മുട്ടിക്കുക. മറിച്ച് ആദ്യം ചെയ്യണം, രണ്ട് കൈകൾ നിലത്ത് കമർത്തി വയ്ക്കുക. എന്നിട്ട് അത് കാർപ്പറ്റായാലും ഫ്ലോർ ആയാലും ടൈലായാലും നിങ്ങൾ ആദ്യം രണ്ട് കൈകൾ ഫ്ലാറ്റായിട്ട് കമർത്തി വയ്ക്കുക. അതിന് മുകളിൽ ശിരസ് നമുക്ക് സാക്ഷാംഗ പ്രണാമം ചെയ്തു. എന്റെ പ്രിയമുള്ളവരെ, വേദനകൾ ഏറുമ്പോൾ, പ്രശ്നങ്ങൾ ഏറുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഏറുമ്പോൾ നിങ്ങൾ ദൈവസമക്ഷം ഒന്ന് ചേർത്ത് കയറുകയും ദൈവ ജീവിത പ്രശ്നങ്ങൾ നടുവേ പ്രയാസം നിങ്ങൾ ആരോടും ഫോണിക്കൂടെയോ നേരിട്ട് ഷെയർ ചെയ്യാൻ പോകരുത്. ദൈവ ചെയ്ത് നിങ്ങളുടെ ഫസ്റ്റ് കൺസൾട്ടിങ് അതിന് ബെസ്റ്റ് മോഡൽ എക്സാമ്പിൾ യേശുപിതാവ് മാതാവ്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ നടുവിൽ ഏറ്റവും പ്രശ്ന കലീക്ഷണ നിമിഷാർത്ഥങ്ങളിൽ ഈ യേശുപിതാവ് മാതാവ് ഏതെങ്കിലും അറിയപ്പെടുന്ന കൗൺസിലേഴ്സിനോ അറിയപ്പെടുന്ന ജ്ഞാനഗുരുക്കന്മാരെയോ അറിയപ്പെടുന്ന വക്കീലന്മാരെയോ ആണോ പോയി സമീപിച്ചേ? ഇവരുടെ ജീവിതത്തിന്റെ നിർണായകമായ ജീവിതത്തിന്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ ഇവരെവിടേക്ക് അടിമുടി തിരിഞ്ഞതും സമർപ്പിച്ചതും ആ തിരുക്കുടുംബ ദമ്പതികളും മാതൃകയാകുമ്പോൾ ആ തിരുക്കുടുംബ ദമ്പതികളുടെ സഹായം നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഇതിൽ എപ്പോഴും ഓർക്കപ്പെടുന്നവരെ അവർ നോക്കിയ ദൈവസമക്ഷം അവർ വിധേയപ്പെട്ട് കാതോർത്ത് സമർപ്പിച്ച് സ്വീകരിച്ചു. എന്നിട്ട് ആദരവിന്റെ മനസ്സന്നത്തിന്റെ ജീവിതമാണ് അവരുടെ ജീവിതത്തിൽ അടിപൊളി അവരിൽ കൂടിയുണ്ട് യാഥാർത്ഥ്യം പറയുന്നത്. എന്നിട്ട് ഇനി അവരുടെ ഓർക്കാം. അപ്പൊ കുറച്ച് പറഞ്ഞ ചെറുകിടെയാണ് ദൈവം സമർപ്പിച്ചതിന് ശേഷം അതിനെക്കൊണ്ട് പറയുന്നത് എന്താ? സത്യം പറഞ്ഞാൽ തിരുക്കുടുംബ ദമ്പതികളോട് പ്രഖ്യാപിച്ചത് ഇങ്ങനെ വാക്കാൻ പറഞ്ഞില്ലല്ലോ, ഒരുപക്ഷെ ജീവിതം കൊണ്ട് പ്രഘോഷിച്ചത് തന്നെയല്ലേ. എന്താ പറഞ്ഞേ? എന്താ 4 കാര്യം പറയണ്ടേ? നീ മുട്ടുകുത്തി സമർപ്പിച്ച ഉടൻ തന്നെ ഉണരുന്ന പാടെ തിരുഹൃദയത്തിലേക്ക് ആ തിരുഹൃദയ രൂപത്തിലേക്ക് നീ നോക്കിയിട്ട് പറയേണ്ട ആദ്യം നിന്റെ ഹൃദയം മാത്രം തുറന്നു നീ പറയേണ്ട 4 വരികൾ എന്തൊക്കെയാ? ദൈവമേ, നീയാണ് എന്റെ രക്ഷകൻ. അടുത്തത്, നീയാണ് എന്റെ നായകൻ, നീയാണ് എന്റെ ആശ്രയം, നീയാണ് എന്റെ സർവസ്വം. ഇത് വാസ്തവമാണ്. ഇതാ നീ പ്രഖ്യാപിക്കേണ്ടത്, ഇതാ നീ പ്രഘോഷിക്കേണ്ടത്. ഇത് നീ അവരുടെ പ്രഘോഷിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ശക്തിവിശേഷം നിന്റെ ജീവിതത്തിന്റെ ഓരോ അണുവിലും ഓരോ പ്രവർത്തിയിലും അവിടെ പ്രകടമാവും. അവിടെ സാക്ഷ്യം അവരെ കൊണ്ട് പ്രഘോഷിക്കുമ്പോൾ, അവരെ കൊണ്ട് നീ പ്രഖ്യാപിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ തീരുമാനങ്ങള്, കാര്യങ്ങളുടെ പ്രവർത്തികളൊക്കെ ദൈവസ്പർശനത്തിന്റെ അടയാളമായിട്ട് മാറുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് 3 തവണയും നിങ്ങൾ പറയണം, ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവസ്വം. ഇത് നീ പറഞ്ഞിട്ട് ഈ വചനത്തെ നീ കൈകൊണ്ടെടുത്തേ. ഈ തമ്പുരാനെ തൊട്ടക വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുക്കാന്ന് പറഞ്ഞാൽ തമ്പുരാനെ തൊട്ടു, തമ്പുരാനെ എടുത്തു. ഈ വിശുദ്ധ ഗ്രന്ഥം തൊട്ട കൈകൊണ്ട് നിങ്ങൾ ആഹാരം ഒന്ന് തരപ്പെടുത്തി ഒന്ന് വെച്ച് വിളമ്പിയാൽ നിങ്ങൾ ആഹാരം എങ്ങനെ ഇരുന്നേനെ? ഈ തമ്പുരാനെ തൊട്ട കൈകൊണ്ട് നിങ്ങളെ കുഞ്ഞുങ്ങളെ ജീവിത പങ്കാളി ഒന്ന് തൊട്ടുണർത്തിയാൽ എങ്ങനെ ഇരുന്നേനെ? നന്നായിട്ട് ഉണർന്നേനെ. നിങ്ങൾ ചുമ്മാ അടുക്കള കയറി കൈകൊണ്ടും അവിടെ തമ്പുരാനെ തൊടാത്ത കൈകൊണ്ട് അവരെ കൊണ്ട് തൊടാത്ത നിങ്ങൾ പോയി അവസരമാകും. എന്റെ പൊന്ന് പ്രിയപ്പെട്ടവർ, എല്ലാത്തിനും ഒരു ബൈബിൾ ടച്ച്. കഴിഞ്ഞ ഞായറാഴ്ച ഒരു സ്ഥലത്ത് ഇരുന്നപ്പോൾ ഒരു പടത്തിൽ അപ്പോൾ മാനവിച്ചപ്പോൾ ഞാൻ ഒരു പടത്തിൽ കാര്യം പറഞ്ഞതാണ്. ഞായറാഴ്ച അവിടെ ഒരു സഭയുടെ തീരുമാനമാണ്, ഞായറാഴ്ച ഒരു അലക്കിനും പോകില്ല, ഒരു അലക്കില്ല, തേപ്പില്ല, ഒരു ആഘോഷങ്ങൾക്ക് ഒരു പോകില്ല. ഞായറാഴ്ച അത് തമ്പുരാന് വേണ്ടി മാറ്റി വയ്ക്കപ്പെട്ട ദിവസം. അലക്കിന്റെയോ കുളിപ്പിന്റെയോ തേപ്പിന്റെയോ ഫോൺവിളിയുടെയോ ആർപ്പാടത്തിന്റെ ആഘോഷ ദിവസം ആകരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പ്രധാന നിമിഷം, നമ്മുടെ ജീവിതത്തിലെ പ്രധാന, അത് ആഴ്ചയിലെ പ്രധാന ദിവസം ഞായറാഴ്ച ആണെങ്കിൽ ഒരു ജീവിതത്തിന്റെ ദിവസത്തിന്റെ പ്രധാന ദിവസം പ്രഭാത മണിക്കൂർ അത് തമ്പുരാന്റെ മുമ്പിൽ കെട്ടിയിട്ട് തമ്പുരാന്റെ മുമ്പിൽ ഒഴിഞ്ഞു വെച്ച് സമർപ്പിച്ചപ്പോഴെ നമ്മൾ എന്തേലും കാര്യങ്ങൾക്ക് പടം കിട്ടുന്ന പടം വരുന്ന യുദ്ധം ചെയ്യുന്നതിന്റെ പ്രിയമുള്ളവരെ ഒന്ന് തമ്പുരാനിലേക്ക് തിരിച്ചു വന്നേ. ഇവിടെ അച്ഛനോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഒരു ആരാധനയുടെ നിലപാട് അവസ്ഥ ഇതിൽ ഒരിക്കലും അന്യമാകാതെ ഏറ്റവും ശ്രേഷ്ഠമാകട്ടെ. 2, ആരാധനയ്ക്ക് ശേഷം നിന്റെ ജീവിതത്തിന്റെ മനോഭാവം എന്ന് പറയുന്നത്
ആദരിക്കുന്ന ജീവിതം. ഒരാളെ പോലും അനാദരവോടെ നീ ഇടപെടരുത്. നിന്റെ മുമ്പിൽ ദൈവം ആരെയൊക്കെ അനുവദിക്കുന്നു അവരോട് തികഞ്ഞ ആദരവും ബഹുമാനവും കാണിക്കുക. മൂന്നാമതായിട്ട് നിന്റെ ജീവിതം അനുസരണത്തിന് ഏറെ പേര് കേട്ടതാകട്ടെ, വില കൊടുക്കുന്നതാകട്ടെ. അനുസരിച്ച അനുഗ്രഹം കൂടെ പുറപ്പ. അനുസരിക്കുന്നവരിലേക്ക് തമ്പുരാന്റെ അനുഗ്രഹം വർഷിക്കപ്പെടുന്നു, അഭിഷേകം വർഷിക്കപ്പെടുന്നു, കൃപ വർഷിക്കപ്പെടുന്നു, തമ്പുരാന്റെ ശക്തി മഹത്വം വെളിപ്പെടുന്നു. പ്രിയമുള്ളവരെ, അതേത് ജീവിത തുറകളുള്ളവർക്കും ഇന്ന് അനുസരണത്തിന്റെ പരാജയമാണ് അപകടത്തിന്റെ മുന്നാസനങ്ങളെ അനുസരിക്കാതിരിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, അനുസരിച്ച അനുഗ്രഹവും അനുസരിക്കാതെ പോയ അപകടം എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. അത് നമ്മൾ ചിന്തിക്കാം. രണ്ടാമതായിട്ട് പറഞ്ഞതിനാൽ സമാധാനം വരുമ്പോൾ നീ ഒന്ന് അനുഗ്രഹിച്ച് കടന്നു പോകട്ടെ, നീ ഒന്ന് പരസ്പരം എല്ലാവരും അഭിനന്ദിച്ച് കടന്നു പോകട്ടെ. അപ്പോൾ ആരാധനയിലാകുന്ന ജീവിതത്തിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, അതിന്റെ പ്രകടമായ പ്രവൃത്തി എന്ന് പറയുന്നത്, ശരിക്കും ആരാധിക്കുന്നവരുടെ പ്രകടമായ പ്രവൃത്തിയും പ്രകടമായ ജീവിതം എന്ന് പറയുന്നത് ആരെയും എപ്പോഴും അനുഗ്രഹിക്കുന്ന ജീവിതമായിരിക്കും, ആരെയും എപ്പോഴും അഭിനന്ദിക്കുന്ന ജീവിതമായി മാറും. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ തമ്പുരാനുള്ള ഇട്ടുമൂടത്തക്ക വിധം നിങ്ങളെ കൃപ കൊണ്ട് സമ്പന്നമാക്കി. 2 തൊഴിൽ നീ ഡോക്ടറേറ്റ് എടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു തോന്നേ, നിങ്ങൾ എടുത്ത് ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഒരു രാജി ഇവിടെ വെക്കണം, ഒരു സ്ഥാനം വഴിയെ പ്രക്രിയ ഇവിടെ നടക്കണം, 2 ഡോക്ടറേറ്റ് അല്ലെ ബിരുദാനന്ദ ബിരുദം നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം. അച്ഛൻ പറഞ്ഞ മനസ്സിലായോ? ഒരു മേഖലയിൽ നിങ്ങൾ രാജിക്കത്തിവിടെ രാജിവെച്ച് നിങ്ങൾ പണിവിട്ടിറങ്ങണം. 2 ഡോക്ടറേറ്റ് അല്ല ഡോക്ടറേറ്റ് മറ്റേ തൊട്ട് താഴെ ഒരു ബിരുദാനന്ദ ബിരുദമെങ്കിലും അതിന്റെ സർട്ടിഫിക്കറ്റ് എങ്കിലും ഒന്ന് കരസ്ഥമാക്കിയിട്ട് പോകണം. ഒരു രാജിക്കത്ത് ഇവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം, നിങ്ങൾ ഇവിടെ വെക്കണം. 2 ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റ് ബിരുദാനന്ദ ബിരുദ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കരസ്ഥമാക്കി സ്നേഹത്തോടെ സ്വീകരിച്ച് നിങ്ങൾ മടങ്ങണം. 1 ഇനി പറഞ്ഞാലും പറഞ്ഞില്ല, നിങ്ങൾ ഈ ഉപദേശക സമിതിയിലെ അഡ്വൈസറി ബോർഡിലെ ചെയർമാൻ പോസ്റ്റ്, സെക്രട്ടറി പോസ്റ്റ്, പ്രസിഡന്റ് സ്ഥാനം ഒന്നിവിടെ വെച്ചിട്ട് പോകാമോ? നിങ്ങൾ ഒഴിയേണ്ട സ്ഥാനം, നിങ്ങൾ ഉപേക്ഷിക്കേണ്ട സ്ഥാനം, നിങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കേണ്ട മേഖല ഉപദേശക സമിതിയിലെ മെമ്പർഷിപ്പ്. ചിലർ മെമ്പർ മാത്രമല്ല, ചെയർമാൻ ആകാം, പ്രസിഡന്റ് ആകാം. മനസ്സിലായോ? ഉപദേശക സമിതി ചിലരുണ്ട്, ഉപദേശക കയറുന്നു. അതുകൊണ്ട് ഈ ഉപദേശക സമിതിയിൽ പ്രിയപ്പെട്ട എന്റെ വീട്ടമ്മമാരോട് എനിക്ക് പറയാനുള്ളത് കുഞ്ഞൊരു ആദരവാണ് കർമ്മിച്ചത്. ദൈവ ജീവിതത്തിൽ നിന്ന് അവസാനിപ്പിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ചേച്ചിയോട് ചോദിച്ചു, ആ ചേച്ചിക്കാണ് ആകുലതയുടെ മധ്യസ്ഥയാണ്. എന്താ അറിയാം, അച്ഛ ഒരേ ഒരു മോനെയുള്ള അച്ഛ കെട്ടിക്കാൻ പ്രായം കവിഞ്ഞു പോയി, പക്ഷെ പെണ്ണ് സമ്മതിക്കണ്ടായി, ഞാൻ കല്യാണത്തിന് തയ്യാറാണ്. ഈ ചേച്ചി ആ നാട്ടിലുള്ള എല്ലാ മാരേജ് ബ്യൂറോയിലും രജിസ്റ്റർ ചെയ്തു, എല്ലാ ബ്രോക്കർമാരോടും പറഞ്ഞു. പക്ഷെ ഈ മോളോട് പറയും, മോൾ മാത്രം അമ്മ ആ കാര്യം ഇടപെടണ്ട. ഞാൻ ഈ പൊന്ന് വിലപ്പെട്ട തങ്കപ്പെട്ട എല്ലാ ദിവസവും കുർബാനയ്ക്ക് വന്ന വിധവയാണ്, ഒരേ ഒരു മോളേ ഉള്ളൂ, അതിനൊന്ന് കെട്ടിച്ചിട്ട് വേണം ഇതിനൊന്ന് മോളിലേക്ക് പോകാനുള്ള വീസ എന്ന് വന്നിരിക്കുന്ന സംഭവം. ഞാൻ ഈ റിട്ടയർഡ് ടീച്ചറോട്, എൻ്റെ പൊന്ന് വിലപ്പെട്ട ടീച്ചറെ ഈ ഒരു രാജിക്കത്ത് വെക്കുക. ഏത് രാജിക്കത്താ? ഈ മോൾക്ക് എത്ര വയസ്സായി? 31 വയസ്സായ കാരണം കെട്ടാൻ പ്രായമായില്ല മോളെ, കെട്ടേണ്ടത് മോളോട് ചോദിക്കണോ? ഞാൻ ഈ ടീച്ചർ പറഞ്ഞു പറയുള്ളവരെ, ഞാൻ ടീച്ചർ അവിടെ ഭയങ്കര സ്നേഹമാണ്, ടീച്ചേഴ്സിന് ഭയങ്കര റെസ്പെക്റ്റാണ്. അവിടെ ഞാൻ ചോദിക്കുന്നത്, പൊന്നു ടീച്ചറെ, ടീച്ചറിന് മേളിൽ നാവിന് ചലനമുണ്ടെങ്കിൽ, അതിനത്തിന് സംസാരിക്കാനുള്ള പാഠമുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മാത്രം ഉരുവിടാതിരിക്കാമോ? എന്താ നമ്മൾ മോളോട് നിങ്ങൾ ഉപദേശിക്കാതെ, മോളോട് നിങ്ങൾ പറയാതെ, മോള് പ്രായപൂർത്തിയായ പെണ്ണല്ലേ, എന്നിട്ട് അപ്പൊ എന്താ പറയണ്ട, നിങ്ങൾ മിണ്ടാട്ടം എടുത്താൽ മതി. കൊണ്ടാട്ടമല്ല, മിണ്ടാട്ടം എടുക്കാൻ പോകും എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക. മോൾക്ക് എല്ലാം ചെയ്തു കൊടുത്താൽ ചെയ്തു കൊടുത്തേക്കാം, ആ മോളൊന്നും മിണ്ടാതിരിക്കുക. പിന്നെ അവിടെ 3 ദിവസം ഈ ടീച്ചർ മൗനവ്രതം എടുത്തു. സംഭവിക്കണോ? ഒരേ ഒരു മോളേ ഉള്ളൂ. ഈ മോൾക്ക് 3 വയസ്സുള്ളപ്പോഴാണ് വീടമക്കാള് അച്ഛൻ്റെ വിട്ട് മരിക്കുന്നത്. പിന്നെ ഇത് പെൺകുട്ടി ആയതുകൊണ്ട് അന്ന് എല്ലാ ആളമാരും ഭക്തന്മാരും ഒക്കെ ചണ്ട കൂട്ടി ഈ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ജീവിതം. പക്ഷേ ഈ മകൾക്ക് വേണ്ടി വേണം ഈ ടീച്ചർ ജീവിതം കൊണ്ട് ചോദിച്ചാൽ ഓക്കെ ഇതുവാട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഈ ടീച്ചർ 3 ദിവസം മിണ്ടാതിരുന്നു മോളോട് ഒന്നിനെ കുറിച്ച്. ഓക്കെ ഹായ് എല്ലാം പറഞ്ഞു തന്നു. 3-ാം മൊത്തം ഈ മോളൊരു ചോദ്യം ചോദിച്ചു. ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ എന്താ അമ്മ പറ്റിയത്? 3 ദിവസം മിണ്ടാ ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ അമ്മ നാട്ടിൽ നടത്തുകയാണ്, എന്തെല്ലാം കാര്യങ്ങൾ എന്നോട് പറയാം. അപ്പം
ടീച്ചർ പറഞ്ഞത് അച്ഛൻ എന്ന് പറഞ്ഞ് നിന്നോട് പറയണ്ട, നിന്നോട് പറയാനുള്ള തമ്പ്രാനോട് പറയുന്നതാണ്. എന്നിട്ട് ഈ മോളും അമ്മയോട് പറഞ്ഞ ഡയലോഗ് എന്നറിയാം, ആ അച്ഛൻ നല്ലൊരു ഷെയ്ക്കാൻ്റെ കൊടുത്ത, ഇത് അച്ഛനെ കാണുമ്പോൾ നല്ലൊരു ഷെയ്ക്കാൻ്റെ കൊടുത്തത് ആർക്ക് ഇഷ്ടപ്പെട്ടു. സംഭവിച്ചു. ഞാൻ പറഞ്ഞു മോള് നീ മോളോടൊക്കെ കാര്യമാണ്. മോൾ ഇങ്ങോട്ട് ചോദിച്ചു വരും, അമ്മ എന്നാ മിണ്ടാത്തത്, അമ്മ എന്നാ പറയാത്തത്. അപ്പം ഈ ടീച്ചറോട് ഞാൻ പറഞ്ഞു കൊടുത്ത മാരോട് നിന്നോട് പറയാൻ, നിങ്ങളും പറയണം, എൻ്റെ മോളെ നീ എനിക്ക് തമ്പ്രാൻ തന്ന ദാനമാണ്, ഞാൻ നിന്നെ തമ്പ്രാൻ ഏൽപ്പിച്ച മോളെ. ഈ ഒരു വാക്ക് അതരം തുറന്ന് പറയാമോ, ഹൃദയം തുറന്ന് പറയാമോ? ഇത് പറഞ്ഞപ്പോഴാണ് ഈ മകള് പ്രേമവരെ നല്ല വെല്ലുവിളികൾ പറഞ്ഞു. എന്തുകൊണ്ട് തനിക്ക് കാലക്രമം വരുത്തി, എന്തുകൊണ്ട് താനിക്ക് അല്ലെങ്കിൽ പിന്നെ മതി എന്നൊക്കെ പറയാനുള്ള അമ്മയോട് ഇരുന്ന് പറയുന്ന ഒരു അവസ്ഥ ഈ കുടുംബത്തിൽ സംജാതമായി. ഈ അമ്മ 3 ദിവസം മിണ്ടിയില്ല, പറഞ്ഞില്ല. പിന്നെ അമ്മയെ ഇങ്ങോട്ട് ചോദിച്ചു വന്നു, അമ്മച്ചൊന്നും മിണ്ടാതെ കഴിക്കുന്നത്, അമ്മയ്ക്കൊന്നും മിണ്ടാത്തത്. അപ്പോൾ അമ്മ കൊടുത്ത മറുപടി എന്താ? വളരെ എനിക്ക് തമ്പുരാൻ തന്ന ദാനമാണ്, ഞാൻ നിന്നെ തമ്പുരാൻ ഏൽപ്പിച്ചു. ഈ തമ്പുരാൻ ഏൽപ്പിച്ചു എന്ന വാക്ക് നിങ്ങൾ അതിനെ കൊണ്ട് പറയേണ്ട, പ്രഖ്യാപിക്കേണ്ട, പ്രഘോഷിക്കേണ്ട സുവിശേഷമാണ്. അല്ലാതെ എന്നാ പറ്റി, ഇതെന്റെ ഗതി, ഇതെന്റെ വിധി, ഇതെന്റെ അന്ത്യം, ഇതാണ് നിങ്ങൾ പുഷ്ടപ്പെടേണ്ടത്. അല്ല, നിങ്ങൾ അതേപോലെ നിങ്ങൾ പറയണം, അതേപോലെ നിങ്ങൾ പ്രഘോഷിക്കണം. പ്രായപൂർത്തിയായി തിരിച്ചറിവ് വന്ന കുട്ടികളോട് നിങ്ങൾ ഉപദേശിക്കരുത്. ജീവിതകാലം എന്തിനായി ചട്ടമുട്ടി ഉപദേശിക്കുന്നത്? മറിച്ച് അവരോട് പറയാനുള്ളത് തമ്പുരാനോട് പറയാം. അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. നിങ്ങൾ പറയേണ്ട സമയം ഉണ്ടായിരുന്നു. തമ്പുരാനോട് ചേർന്നൊരു അച്ഛൻ പറയാം, നിങ്ങൾ തമ്പുരാനോട് പറയാം, തമ്പുരാനെ നീ എന്നെ ഏൽപ്പിച്ച ജീവിതമാണ്, നീ എനിക്ക് നൽകിയ മക്കൾ, അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ ഇതാണോ? എന്നിട്ട് നിങ്ങൾക്കൊരു വാക്കോട് കൂടി ചേർക്കാം, ഇതാണ് തമ്പുരാനെ ഈ മകളുടെ ജീവിതത്തിൽ, ജീവിതപങ്കാളിയുടെ ജീവിതത്തിൽ ഞാൻ വഴി കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ എന്നോട് കരുണയായിരിക്കണം. ദൈവത്തോട് മാപ്പ് വരും. നമുക്ക് അറിഞ്ഞുകൊള്ളല്ലോ, നമ്മുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ, വളർത്തലിന്റെ കാലഘട്ടങ്ങളിൽ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അറിയാതെ ഞാൻ ചെയ്യാതെ എന്റെ കടമകളുടെ, എന്റെ ഉത്തരവാദിത്തങ്ങളുടെ മേഖലയിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചില്ല. അതുകൊണ്ടാണ് കൊച്ചിങ്ങനെ തെറ്റിപ്പോയ അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് മാപ്പ്, ദൈവം എന്നോട് കരുണയായിരിക്കണം. എന്നിട്ട് നിങ്ങൾ ഇവരോട് പറയാനുള്ളത് തമ്പുരാനോട് പറഞ്ഞു. 2 കാര്യം സംഭവിക്കും. ഒന്ന്, നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം മഴ പോലെ പെയ്തെടുക്കും. 2, അവിടെ ദൈവത്തിന്റെ ഇടപെടലുണ്ടാവും. മനസ്സിലായില്ല? മറിച്ച് നിങ്ങൾ ദൈവത്തോട് പറയാൻ ഏൽപ്പിച്ച നിങ്ങളുടെ ജീവിതം, നിങ്ങൾ ചുമ്മാ ജീവിതകാലം മക്കളോട് ഞാൻ എത്ര നാളെ പള്ളിയിൽ പോകാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ചർച്ചകളും ജീവിച്ചാലും ഈ മനുഷ്യന് ഒരു ഉത്തരവാദിത്വമേ, ഈ മനുഷ്യന് ഒരു കുറവും, ഒരു മനുഷ്യന് മാറ്റവുമില്ല, എന്ത് നിങ്ങൾ ജീവിക്കുന്നു? നിന്റെ ജീവിതം ദൈവത്താൽ അവഗണിക്കപ്പെട്ട ജീവിതമായി മാറും. ദൈവത്താൽ അവഗണിക്കുന്ന ജീവിതമായി മാറണം. അപ്പൊ ജീവിത പങ്കാളി ഇരട്ടി നിന്റെ മേൽ പ്രശ്നം കൂട്ടുകയുള്ളൂ മക്കള്. അപ്പൊ ഇന്ന് വെക്കേണ്ട രാജ്യത്ത് എന്തില്ല? ഈ ഉപദേശക സമിതിയിലെ മെമ്പർഷിപ്പ് ഇവിടെ നിങ്ങൾ ഇനി എടുത്തുകൊണ്ട് പോയി ഡോക്ടറേറ്റ് എന്താ? നമ്മൾ 1 രാജിവെച്ചാൽ 2 സീറ്റ് നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം. അപ്പോ നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന സർട്ടിഫിക്കറ്റ് എന്താ? അച്ഛാ ഇത്രയൊക്കെ ഇനി എന്നെ എടുക്കാൻ അച്ഛാ സർട്ടിഫിക്കറ്റ് ബിരുദാനന്ദ ആവുന്ന കാലത്ത് അപ്പലോട്ട് വിട്ടുമില്ല, അതെടുക്കാൻ പോകാൻ നേരം. അപ്പൊ നിങ്ങൾ ആരോട് നിങ്ങൾ പ്രശ്നം പിടിക്കുന്ന നിങ്ങൾക്ക് ദൈവം ചെയ്തിട്ട് തമ്പുരാനൊക്കെ നിങ്ങൾക്ക് 2 സർട്ടിഫിക്കറ്റ് ഉണ്ട്. 1 അനുഗ്രഹിക്കുന്ന സർട്ടിഫിക്കറ്റ്, 2 അഭിനന്ദിക്കുന്ന സർട്ടിഫിക്കറ്റ്. എന്ന് മനസ്സിലായാലോ? ഇതാ നിങ്ങൾ എടുത്തുകൊണ്ട് പോകേണ്ട ഡോക്ടറേറ്റ്, ഇതാ നിങ്ങൾ എടുത്തുകൊണ്ട് പോകേണ്ട ബിരുദാനന്ദ ബിരുദം. എന്താ? നിങ്ങൾ ദേവാലയപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന പാടെ 1 അനുഗ്രഹിച്ചു തുടങ്ങിയിട്ട്, 1 അഭിനന്ദിച്ചു തുടങ്ങിയത് സകലത്തിൽ നീ അഭിവൃദ്ധി കൊടുക്കും. ശ്രദ്ധിച്ചേ, നീ 1 അനുഗ്രഹിച്ചു തുടങ്ങുമ്പോൾ, നീ 1 അഭിനന്ദിച്ചു തുടങ്ങുമ്പോൾ സകലത്തിൽ നീ എന്തായി തുടങ്ങും? നീ അഭിവൃദ്ധിപ്പെട്ടു തുടങ്ങും. ഹല്ലേലൂയ. അതാ ചെന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ എഴുതുണ്ടാണ് ആരാധന ജീവിതം അടിസ്ഥാനമായി അർപ്പിക്കുക. ആരാധന എഴുതി പുറത്തേക്ക് ഇറങ്ങുന്നത് അഭിനന്ദിക്കാനാവട്ടെ, അനുഗ്രഹിക്കാനാവട്ടെ. അതുവഴി ദൈവം നിന്നെ അഭിവൃദ്ധിയിലേക്കും സമൃദ്ധിയിലേക്കും ദൈവം നിന്നെ പിടിച്ചുയർത്തും, ദൈവം നിന്നെ എത്തിക്കും. പ്രിയമുള്ളവരെ, അപ്പൊ നീ അനുഗ്രഹിച്ചു തുടങ്ങണം. എന്താണ് 2 പ്രവൃത്തിയുടെ അടയാളം? നമ്മളിൽ കൂടി വന്ന 2 പ്രവൃത്തിയാണ്. 1 ദൈവിക പ്രവൃത്തിയാണ്. എന്ത്? നമ്മളുടെ ദൈവിക സ്വഭാവത്തിന്റെ പ്രവൃത്തി എന്താ? മറ്റുള്ളവരെ യഥാവിധി അനുഗ്രഹിക്കാം. നമ്മളിൽ കൂടി വന്ന മാനുഷിക പ്രവൃത്തിയുടെ അടയാളമല്ല. മറ്റുള്ളവരെ യഥാവിധി അഭിനന്ദിക്കുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്ന സംഭവം. ആ ജീവിത പങ്കാളി അങ്ങേയൊക്കെ ഒന്ന് അനുഗ്രഹിച്ചായിരുന്നെങ്കിൽ, അഭിനന്ദിച്ചായിരുന്നെങ്കിൽ
ആ എണീറ്റ് വന്ന മക്കളെ ഒന്ന് പ്രഭാതത്തിൽ ഒന്ന് അനുഗ്രഹിച്ചാണെങ്കിൽ അഭിനന്ദിച്ചാണെങ്കിൽ ഇവിടെ ഇത്രയും പ്രഷർ കൊടുത്തിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ ഇവിടുത്തെ ഇരിപ്പ് നല്ല സന്തോഷത്തോടെ ഇരിപ്പായി പോയനെ. ഇപ്പൊ എന്തെങ്കിലും പേര് വീടിനെ കുറിച്ചുള്ള ഭാരവും പേര് പ്രഷർ കൂടി ഇരിപ്പുണ്ട്. ഈ തണുത്ത കാറ്റും ഭാരമൊക്കെ ഉള്ളതുകൊണ്ട് പൊട്ടുപോകുന്നേ ഉള്ളൂ. പക്ഷെ രണ്ട് കാര്യം നിങ്ങളുടെ മനസ്സിൽ പച്ചിങ്ങായിട്ട് പറയുന്നുണ്ട്. എന്തിനും നിന്നിൽ രൂപപ്പെടേണ്ട പ്രകടമായ അവസ്ഥ എന്ന് പറയുന്ന ഒരു ആരാധന ജീവിത നില, അതില്ലാതെ, അതൊരു ബേസ് ഇല്ലാതെ, ഒരു അടിത്തറയില്ലാതെ, ആരാധനയുടെ ബേസ് അടിസ്ഥാനമില്ലാതെ ജീവിതമില്ല. രണ്ട്, ആരാധനയിൽ ഒരിത്തിരി രണ്ട് അവസ്ഥ എന്ന് പറയുന്നത് ആദരവിന്റെ ജീവിതമാണ്, അനുസരിക്കുന്ന ജീവിതമാണ്. അതാണ് പരിശുദ്ധ അമ്മ ഇത്ര കണ്ട് ഭാഗ്യവതിയും അനുഗ്രഹീതയും ഇത്ര കണ്ട് ലോകരക്ഷകനെ ഈ ഭൂമിയിൽ മനുഷ്യമതാരം വഴിയായി കൊണ്ടിരിക്കാൻ സാധിച്ച പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ ഭാഗ്യം എന്ന് പറയുന്നവരെ. രണ്ട്, ഇതിൽ ഒരു ഔട്ട്പുട്ടായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആരാധനയുടെ ജീവിത സാക്ഷ്യമാണ്. നീ പുറത്തേക്ക് ഇറങ്ങുക, നിന്റെ അതരത്തിലൂടെ, നിന്റെ വാക്കിലൂടെ, പ്രവർത്തനത്തിലൂടെ ഒന്ന് അനുഗ്രഹിച്ചല്ലാതെ, ഒന്ന് അഭിനന്ദിച്ചല്ലാതെ കടന്നു പോകരുത്. അങ്ങനെ നീ ആരാധനയിൽ അടിത്തറവാകി അഭിനന്ദിക്കുന്ന, അനുഗ്രഹിക്കുന്ന ജീവിതത്തെ കെട്ടിപ്പടുക്കുമ്പോൾ സർവ്വതിലും സകലത്തിലും സാക്ഷാൽ ദൈവം നിന്നെ അഭിവൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും അനുഗ്രഹത്തിലേക്കും ദൈവം നിന്നെ കൈപിടിച്ച് ഉയർത്തുന്നവരെ. രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് നേർത്തിക്കെ. ശക്തനായ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ ഈ കടന്നു വരവ് ഒരു ആവർത്തന വ്യവസ്ഥയുടെ വരവാകേണ്ടത് ഒരു മടങ്ങിപ്പോകൽ. സക്കേവൂസിനെ പോലെ മറ്റെല്ലാവിധ വെല്ലുവിളികളുടെയും തടസ്സങ്ങളുടെയും പ്രയാസങ്ങൾ നടുവിൽ ആ അതിപുലർച്ചെ ഭാര്യയും മക്കളൊന്നും അറിയാതെയാണ് സക്കേവൂസ് തന്റെ ആഗ്രഹ തീക്ഷണതയുടെ എരിവിൽ ആ ലോകരക്ഷകനെ ഒരു നോക്ക് കാണാൻ വേണ്ടി അതിപുലർച്ചെ എണീറ്റ് കർത്താവ് പോകുന്ന ദിവസത്തെ കുറിച്ച് പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച അറിവനുസരിച്ച്, അല്ലെങ്കിൽ പരിശുദ്ധാത്മ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആലോചന ശക്തിയുടെ കൃപയാൽ സക്കേവൂസ് ആ പരാശ്രയമോ പരസഹായമോ ഒന്നും കൂടാതെ തേടാതെ ആ തമ്പുരാൻ പോകുന്ന വഴിയെ, പോകുന്ന ദിവസത്തെ കുറിച്ച് അറിയുന്നു. പോകുന്ന വഴി ഏത് വഴിയിലൂടെ ഈശോ പോകുന്നതെന്ന് കേൾക്കുന്ന അറിയുന്നു. അങ്ങനെ ആ പോകുന്ന ദിവസം, പോകുന്ന വഴി ആ തമ്പുരാനെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം അന്ന് വരെ സക്കേവൂസ് പറഞ്ഞിട്ടിരിക്കാത്തൊരു മേഖല മരത്തിൽ കയറുക എന്നുള്ളത് പറയുന്നവരെ. പൂത്ത നോട്ടുകെട്ടുകൾ കിടന്ന ആ വലിയ ചുങ്കക്കാരിൽ പ്രധാനിയായ സക്കേവൂസ് ആദ്യമായി മരത്തിൽ കയറി പഠിച്ച പടുകളെ പോലെ പതിയിരിക്കുന്നു. സമയത്തിന്റെ ബോർഡിൽ നമുക്ക് സക്കേവൂസ് ആ പടുകൂട്ട സിക്കമോർ മരത്തിൽ ആ ശരീരത്തിന്മേൽ എത്ര പച്ച മരയോത്തിന് സമാനമായി ഒരുവന്റെ പോലും ദൃഷ്ടി, ഒരുവനെ പോലും എന്നെ ശ്രദ്ധിക്കാനോ കാണാനോ അറിയാനോ ഇടയാകരുത് എന്നൊരു പഠിച്ച പടു കള്ളനെ പോലെയാണ് ആ വലിയ സിക്കമോർ മരത്തിന്റെ ശിഖരങ്ങളിൽ പതിയിരുന്നത്. അവിടെ ഇരിക്കുമ്പോൾ ഓർമ്മയാണ് ഒരു നിശബ്ദതയുടെ ആഴങ്ങളിലാണ് സക്കേവൂസ് ഇരിക്കുന്നത്. ഒരു ബഹളമോ സൂചനയോ അടയാളങ്ങളോ അവനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ടോ കാണിച്ചു കൊടുക്കുന്നില്ല. സമയത്തിന്റെ മുകളിൽ ഒരു നോക്ക് കാണാൻ കൊതിച്ച് ഒരു കണ്ണ് മാത്രം പുറത്തേക്കല്ല, കണ്ണുകൾ മാത്രം പുറത്തേക്ക് ഇട്ടണം. മറ്റ് ശിഖരങ്ങൾ കൊണ്ടും വിലകൾ കൊണ്ടും ശരീരമാസകലം മറച്ച് ആ മരത്തിൽ പച്ച ഒന്നിന് സമാനമായി ആ ശിഖരത്തിൽ പതിഞ്ഞു കിടക്കുന്ന ആ സക്കേവൂസ് ആയിരിക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ ആ വലിയ ജനസാഗരം സാക്ഷ്യമാക്കി യേശു കടന്നു വന്നപ്പോൾ അവിടെ നിന്നിട്ടാണ് അവൻ മുകളിലേക്ക് നോക്കി പറയുക, സക്കേവൂസ് മോനെ നല്ല വിളിച്ച്, എടാ നല്ല വിളിച്ചത്, ഇങ്ങ് വാടാനൊന്നും അല്ല വിളിച്ചത്, നീ ഇങ്ങ് വരാനല്ല പറഞ്ഞത്. അവന്റെ യഥാർത്ഥത്തിൽ തമ്പുരാനോടെല്ലാം കൈ കുറിച്ച് വെച്ചിരിക്കുന്നു പറഞ്ഞല്ലോ. അവന്റെ പേര് ചൊല്ലി അവനെ താഴെ വിളിച്ചിറക്കുകയാണ്. ഇറങ്ങി വന്നപാട് അവനെ അനുഗ്രഹിച്ച് ആസ്വദിച്ച് യാത്രയാക്കിയല്ല, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, പരിത്യക്ത ഭവനം ഒരുവന്റെ ഇറങ്ങിത്തിരിക്കലിലൂടെ ഇന്ന് പുണ്യ തീർത്ഥാടന ഭവനമായി മാറി. അതുവഴി കള്ളപ്പണിക്കാരന്റെ, കൈക്കൂലിക്കാരന്റെ, അഴിമതിക്കാരന്റെ ഭവനം എന്ന് മുദ്രകുത്തിയ ആ ഭവനം തമ്പുരാൻ കടന്നു വന്നത് മാത്രമല്ല, തമ്പുരാൻ കടന്നു വന്ന് വാസമായ ഒരു ഭവനമായി, തീർത്ഥാടന ഭവനമായി, വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ എഴുതി ചേർക്കപ്പെട്ട ഭവനമായി മാറിയില്ലേ. എന്റെ ജീവിതമായാലും ഞാൻ പ്രതിനിധാന ജീവിത മേഖലയായാലും ഒരു തമ്പുരാനെ കടന്നു വരവ് എന്നിലൂടെ സംഭവിച്ചാൽ ഇതുവരെ നീയും നിന്റെ കുടുംബവും ഒറ്റപ്പെട്ടതാകാം, തഴയപ്പെട്ടതാകാം, അവഗണിക്കപ്പെട്ടതും ആക്ഷേപിക്കപ്പെട്ടതും പേരുദോഷവും ഒത്തിരിയേറെ കെട്ടുകഥകളും മെനയപ്പെട്ടതുമായിരിക്കാം. പക്ഷെ നീ എന്ന് പറയുന്ന വ്യക്തി ഇറങ്ങി തിരിച്ച് സക്കേവൂസിനെ പോലെ ആകട്ടെ. അതിനെ സംബന്ധിച്ച് ഓരോ ദൈവാലയ പ്രവേശനവും ഒരു സക്കേവൂസ് അനുഭവമാണ്. അവരുടെ സക്കേവൂസിനെ പോലെ കടന്നു വന്ന് തിരിച്ച് നാഥനോടൊരു മടക്കുകയാക്കാം. കരങ്ങൾ ഉയർത്തിക്ക്, സ്വരം ഉയർത്തിക്ക്. ആരുമല്ല. നമ്മുടെ ലോകം എന്ന് പറയുന്നു, നിന്റെ കൂടെയുള്ളവരും മനുഷ്യരും എന്ന് പറയുന്നതല്ല, നിന്നെ കുറിച്ച് തമ്പുരാൻ എന്ത് വിചാരിക്കുന്നു, തമ്പുരാൻ എന്ത് നിന്നെ കുറിച്ച് പറയും. മനീരിക്ക് അമൂല്യനും വിലപ്പെട്ടവനും പ്രിയങ്കരനുമാണ് ദൈവം പറയേണ്ട ഒരു വാക്ക് നീ കാതോർത്തെ. അതുകൊണ്ട് ഇന്നലകളെ മറക്കുന്ന ഒരു ദൈവം
ആ ഇന്നലെയുടെ കുറവിന് മുമ്പിൽ എനിക്കൊരു അനുതാപ ഹൃദയമുണ്ടെങ്കിൽ അനുദപിച്ച് മടങ്ങി വന്ന ഒരുവനെ പോലും തള്ളിക്കളയാത്ത ഈ കഴിഞ്ഞ കാലത്തിൽ അവൻ ജീവിതത്തിൽ കഷ്ടപ്പെട്ടത് മുഴുവനും കളഞ്ഞു കുളിച്ചത് മുഴുവനും അവൻ അത്രയും നഷ്ടപ്പെടുത്തിനകത്ത് എന്തെല്ലാം അവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് മുഴുവൻ ലോകത്ത് ആർക്കും നിനക്ക് നൽകാൻ പറ്റത്തില്ല. പറയുള്ളവരെ, നിനക്ക് കൈവിട്ടു പോയ നഷ്ടമായ സർവവും സകലതും പുതിയ രൂപഭാവത്തിൽ നിനക്ക് തിരിച്ചു നൽകാനായിട്ട് നിന്റെ മടങ്ങിയ വരവിനെ കാതോർത്ത് കാത്തിരിക്കുന്ന കാരുണ്യമൂർത്തിയായ ഈശോയുടെ മുമ്പിലേക്ക് കരം തുറക്കട്ടെ, വിഴി തുറക്കട്ടെ. ദാഹത്തോടെ ഈശോയെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദാഹത്തോടെ എന്റെ ഈശോയെ വിളിച്ച് വിശ്വസ്തയോടെ വിളിച്ച് ഈ കുടുംബത്തിലേക്ക് കടന്നുവേണ്ട, വ്യക്തികളിലേക്ക് കടന്നുവേണ്ട, ഇതിനെല്ലാം ഉപരിയായി ഒന്ന് ആരാധിച്ചുകൊണ്ടുകൂടി, ഒന്ന് സ്നേഹിച്ചുകൊണ്ടുകൂടി, ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ടുകൂടി വിളിച്ച് ഹൃദയം മുറിഞ്ഞവർക്ക് സമീപസ്ഥരാവുന്ന ഹൃദയപരമായിട്ട് വിളിച്ചപേക്ഷിക്കുന്നവരിലേക്ക് സർവ്വ സമയവും നന്മയ്ക്കായി പരിണമിച്ചു നൽകുന്ന ആ സർവശക്തിയുടെ മുമ്പിൽ സർവ്വം സമർപ്പിച്ചത് വിളിച്ച് ദൈവങ്ങളെ അതരം തുറന്ന് ഹൃദയം തുറന്ന് മെഡികൾ തുറന്ന് വിളിച്ച് സൃഷ്ടാവും രക്ഷകനും പാലകനും സർവസ്വമായ ഈശോയെ വിളിച്ച് ഇതെല്ലാ ഇരുനടനിടങ്ങളിലേക്ക് പ്രകാശമായ ഈശോയെ വിളിച്ച് ഇതിന്റെ എല്ലാ അടയപ്പെട്ട ജീവിത മേഖലകളിലേക്ക് എല്ലാ ഓടാമ്പലുകളെ തച്ചുടക്കുന്ന തമ്പുരാനെ ഒന്ന് വിളിച്ച് തരുവാനെ ഇതിന്റെ ഇരുടക്കുന്ന അടയപ്പെട്ട അവസ്ഥയിലേക്ക് അവന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ ഭക്തപുസ്തകങ്ങളുമായി ആദരിച്ച് ലാഭിച്ച് ഒന്ന് വിളിച്ച് എന്റെ ഈശോയെ വിളിച്ച് വിശ്വാസത്തോട് ത്യാഗത്തോട് സമർപ്പണത്തോട് പ്രത്യാശയോട് ശരണത്തോട് ഇഷ്ടത്തോട് ഒടിയോട് ഏറെ കാലത്തോടുകൂടെ ഒന്ന് വിളിച്ചു തരുന്നതിനെ എന്റെ ഈശോയെ വിളിച്ച് എന്റെ ഈശോയെ വിളിച്ച് ഇത്രമാത്രമുള്ളവരെ എന്റെ ജീവിതത്തിന്റെ അടിപൊളി എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് അഡ്വാൻസായിട്ട് തുടക്കത്തിൽ പ്രാരംഭത്തിൽ ഒരു ആരാധനയിൽ അത് അടിസ്ഥാനമാക്കുക, ആരാധനയിൽ അടിസ്ഥാനമില്ല ഒരു ആരാധന ജീവിതത്തിന് ഏറെ വില കൽപ്പിച്ചുകൊണ്ട് ആദരവോടും അനുസരണത്തോടും ജീവിതത്തെ കെട്ടിപ്പടുക്കാനും ആഗ്രഹിച്ച് ഈശോയെ വിളിച്ച് രണ്ടാമതായിട്ട് ആരാധനയെ അധിഷ്ഠിതമായ ജീവിതത്തിനോട് ചേർന്ന് എന്റെ പ്രവൃത്തിയിടങ്ങളിൽ എന്റെ കണ്ടുമുട്ടലുകളിൽ എന്റെ കൂടുതലുകളിൽ അനുഗ്രഹിക്കുന്ന ഒരു മനോഭാവം എല്ലാ കാര്യങ്ങളും അഭിനന്ദിക്കുന്ന ഒരു മനോഭാവത്തിലൂടെ ദൈവത്താൽ എന്റെ ജീവിതം അഭിവൃദ്ധി ഐശ്വര്യവും അനുഗ്രഹവും നൽകുക ആഗ്രഹിച്ചെന്ന് വിളിച്ച് എന്റെ ഈശോയെ വിളിച്ച് എന്റെ ഈശോയെ വിളിച്ച് ഈശോയെ രണ്ട് ചേർത്ത് വിളിച്ച് നമ്മൾ എന്ത് അത് ഹൃദയത്തിൽ സംശീകരിച്ചതല്ല പറയുള്ളവരെ, അത് അതരത്തിൽ അത് വിശ്വാസ പ്രഖ്യാപനമായിട്ടും പ്രഘോഷമായിട്ടും മാറുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് ആക്കം കൂടുന്നതും നമ്മളിൽ ബലം വർദ്ധിക്കുകയും ചെയ്യാം. ദൈവിക പ്രവൃത്തിയുടെ ആക്കം കൂട്ടാൻ, ദൈവിക പ്രവർത്തികൾ നമ്മളിൽ ബലം പ്രാപിക്കുവാൻ, ശക്തി പ്രാപിക്കുവാനായിട്ട് നമ്മുടെ അതരം തുറന്നാണ് പ്രഘോഷിക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതും. ഇവിടുന്ന് എല്ലാത്തിൻ്റെ അഭിമുഖീകരിക്കുന്ന സമസ്ത വെല്ലുവിളികളുടെ മുമ്പിൽ പ്രശ്നത്തിന്റെ അടിയിൽ നീ ഒരു അടിമത്തം ഭരിക്കാതെ, പ്രശ്ന പ്രതിസന്ധികളുടെ വ്യക്തികളുടെ മുമ്പിൽ നീ അടിമത്തം തരാതെ, നീ ദൈവിക ശക്തിക്കൊന്നും തീരെഴുതി നിന്റെ വെല്ലുവിളികളെ കാഴ്ചവെച്ച് ദൈവിക പ്രവർത്തിക്ക് വേണ്ടി ആ വെല്ലുവിളികളെ നീ കാഴ്ചവെച്ച് ചേർത്ത് പറയണം, തമ്പുരാനെ എന്നോട് കരുണയായിരിക്കണമേ. അറിഞ്ഞു പറയാതെ എന്റെ ജീവിതത്തിന്റെ നിന്നോട് ആലോചന ചോദിക്കാതെ, നിന്റെ പ്രീതിയും നിന്റെ മഹത്വവും കാക്ഷിക്കാതെ ഞാൻ എന്നാൽ ഇറങ്ങി തിരിച്ച നിന്റെ എല്ലാ കുറവുകൾക്കും എന്നോട് കരുണയായിരിക്കണമേ എന്നുള്ളൊരു യാചനയോടുകൂടി നിന്റെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പ്രലോഭനങ്ങളെയും വെല്ലുവിളികളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ഏത് കാര്യങ്ങൾക്ക് പോകുമ്പോഴും മിനിമം 3 തവണ അല്ലെങ്കിൽ ഒട്ടും പറ്റില്ലെങ്കിൽ 1 തവണയെങ്കിലും ഈ 4 കാര്യങ്ങൾ പറഞ്ഞ് നീ പ്രഘോഷിച്ചിട്ട് പോകാണ്. ഇത്രമാത്രം ദൈവം എന്റെ രക്ഷകൻ, ദൈവം എന്റെ നായകൻ, ദൈവം എന്റെ ആശ്രയം, ദൈവം എന്റെ സർവസ്വം. നമുക്ക് സങ്കല്പത്തിൽ പാടുന്നത് കുർബാനയ്ക്കുള്ളതാണ് പാടുന്ന സങ്കല്പ സമയത്ത് ഇതിന്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ അതോടൊപ്പം തന്നെ നീ ഓർക്കുക,
നീ ലോകത്തോട് പറയുന്നതല്ല, മനുഷ്യരോട് പറയുന്നതും പങ്കുവെക്കുന്നതും അല്ല നിന്റെ ദൈവത്തിന്റെ വിജയം. നിന്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ പരിഹാരമാകുന്ന തമ്മിൽ പരിശുദ്ധ കാനായിലെ കുറവ് കണ്ടപാടെ ലോകത്താരോടും പോയി ആലോചന ചോദിച്ചില്ല. വീട്ടുകാരോടോ, കലവറക്കാരോടോ, കാറ്ററിംഗുകാരനോടോ, അല്ലെങ്കിൽ മെയ് കുക്കിനോടോ, അല്ലെങ്കിൽ കുടുംബനാഥോടൊന്നുമല്ല ആ കുറവ് പുലമ്പീരും പറഞ്ഞു പങ്കുവച്ചത്. കുറവ് അറിഞ്ഞ പാടെ, കുറവ് കേട്ട പാടെ, കുറവ് മനസ്സിലാക്കിയ പാടെ അമ്മ ഓടി നിറമാവുന്ന തമ്പുരാനിലേക്ക്, ഈ കുറവിന് ശാശ്വത പരിഹാരമാകുന്ന തമ്പുരാനിലേക്ക് മകനെ അവർക്ക് വീതി തന്നത്. എന്റെ പ്രിയമുള്ളവർ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ തീർന്നു പോയി, ഇതുവരെ പറഞ്ഞു പോയ, ഇതുവരെ നഷ്ടപ്പെട്ടു പോയതൊക്കെ നീ മനസ്സാവാത ദൈവസമക്ഷം ഒന്ന് തുറന്നു വെച്ചവരെ രണ്ട് കൈകളിൽ ചോട് ചേർത്ത് വിളിച്ചുകൊണ്ട് ഉള്ളൊരുക്കി നമുക്കൊന്ന് ഈരുടെ നാല് വരികൾ നമുക്ക് പാടാത്തതാണ്. ഇതിനെ സംബന്ധിച്ച് അതാണ് ദൈവത്തിൻ്റെ ഒരു വലിയൊരു പഞ്ചിങ്ങായി മാറേണ്ടത്. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടതാണ്, നിങ്ങൾ ഏത് കാര്യങ്ങൾക്ക് ഒരു ബൈബിൾ ടച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ബൈബിൾ ദയവ് ചെയ്ത്, പ്രത്യേകിച്ച് മൊബൈൽ കൈ പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാൻ, കാര്യങ്ങൾ ഫോൺ വരുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുക, അതിനുശേഷം ഫോൺ ഓഫാക്കി പോക്കറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ പറയുമ്പോൾ തീരുമാനങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ ഫോണിൽ കൂടെ അല്ലാത്ത സമയത്ത് കാശ് സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും കയ്യിൽ മൊബൈൽ പിടിച്ചല്ല പറയേണ്ടത്. നിങ്ങളുടെ കയ്യിൽ മിനിമം ഒരു 10 മണിക്കൂറത്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാര്യങ്ങൾക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ കുഞ്ഞി പോക്കറ്റിൽ ചെറിയ ബൈബിളെങ്കിലും വയ്ക്കുക. ഏത് കാര്യങ്ങളും പറയുന്നതിനും സൈൻ ചെയ്യുന്നതിനൊക്കെ ഒരു ബൈബിൾ ടച്ച് ഒന്ന് തമ്പുരാനെ തൊട്ടിട്ട് ആ കൈകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊന്ന് ഡീൽ ചെയ്യുന്നതാണ്. എല്ലാത്തിനും ഒരു ബൈബിൾ ടച്ച് അതൊരു വലിയൊരു ഭാഗമാണ്. പിന്നെ ജീവിതത്തിൻ്റെ ആരംഭം കൊടുക്കുക. ഒന്ന് നിങ്ങളുടെ ഭവനത്തിൻ്റെ സെക്രട്ടറിയാകട്ടെ, ദേവാലയത്തിൽ പോകുന്ന ഒരാളുടെ, കുർബാനയ്ക്ക് പങ്കെടുക്കുന്ന ഒരാളുടെ, ദേവാലയത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ സ്ഥലത്തേക്കോ സാധ്യമാണ്. അതായത് ഓപ്പറേഷൻ വിധേയമായിരിക്കുന്ന ഒരു ഡോക്ടേഴ്സ് നിർദ്ദേശം ഉള്ളവരും ഒഴികെ ഒന്ന് ദിവസമക്ഷ ആത്മാർത്ഥമായിട്ട് വിട്ടുമടക്കണം. ശിരസം വയ്ക്കുക, സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നവരെ ആത്മാർത്ഥമായിട്ട് ദേശീയയിലേക്ക് സമർപ്പിക്കാൻ കഴിയുന്ന ചോറ് ചേർത്ത് പിടിച്ച് നമുക്ക് അതിരടികൾ അല്ലെങ്കിൽ സംഘത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ രക്ഷകൻ ആ 4 വരികൾ മാത്രം ഒരു 3 തവണ. ഇവിടെ 3 മേഖലകളുണ്ട്. ഒന്ന് ആരാധ്യ മേഖല നിഗ്രഹിക്കപ്പെടാൻ, 2 നമ്മളുടെ തൻ്റെ നിലപാടല്ലോ ആദരിക്കുന്ന അനുസരിക്കുന്ന നിലപാട്, അത് ഞാനാണ് അനുസരിക്കുന്നതിൻ്റെയും ആദരവിൻ്റെയും ഒരു സാക്ഷ്യമാണ്. 2ാമത്തെ തലമാണ് ആരാധനയുടെ അടിസ്ഥാനമിട്ട് എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും എല്ലാവരിലും അഭിനന്ദിക്കുന്ന, എല്ലാവർക്കും അനുഗ്രഹം നൽകുന്ന ഒരാളായി മാറുന്ന നിമിഷം. ഈ 2 നിലപാട് ജീവിതത്തിൽ അകർത്തകമാകാനും, 3ാമതായിട്ടുള്ളവരെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മളുടെ മരണം മൂലം ബലപ്പെട്ടു പോകാൻ സ്മരിക്കുന്ന ഒരു പുണ്യമാസമാണ്. നമ്മളെ അനുഗ്രഹിച്ചവരുണ്ട്, നമ്മളെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണഭൂതമായി ഇന്ന് ഈ ലോകം വിട്ടുപോയ അനേകനായ സഹോദരനെ നമ്മൾ ഓർക്കേണ്ട ദിവസം കൂടിയാണ്, നിങ്ങൾ കൂടിയാണ് ഈ നവംബർ മാസം. അതുകൊണ്ട് നമ്മുടെ അനുഗ്രഹിച്ച് കടന്നുപോയ ആത്മീയ ഭൗതിക പുരോഹിതരെയും പുരോഹിതരെയും അഭിഷിക്തരെയും സന്യാസിതരെയും നമുക്ക് ആത്മാർത്ഥമായിട്ട് ഓർക്കാം. അപ്പം എൻ്റെ പ്രത്യേകിച്ച് ത്യാഗത്തിൻ്റെ ശുശ്രൂഷയിലൂടെയൊക്കെ ഒത്തിരി ആത്മാർത്ഥ നമ്മുടെ സംഘത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കാരണം എൻ്റെ ഈ ഭൂമിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാതോർക്കുന്ന ശുദ്ധീകരണത്തിൻ്റെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വരവ് ഒത്തിരി ആത്മാക്കളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് കാരണഭൂതമായി മാറട്ടെ. 2 കൈകൾ ഒരിക്കൽ കൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമുക്ക് ഉള്ളൊരുങ്ങി മനമൊരുങ്ങി നമുക്ക് ആ 4 വരികളൊന്ന് പാടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ആഗ്രഹം എത്ര വലുതാവട്ടെ, ആശങ്കകളും അസ്വസ്ഥതകളും എത്ര വലുതാവട്ടെ, ദൈവത്തെ അതിലേക്ക് വിളിച്ചു വർദ്ധിക്കുക. രക്ഷകനും നായകനും ആശ്രയവും സർവസ്വവുമായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ, ശക്തിയെ വിസ്മയപ്പെടുത്തുക വിധം നീ ഒന്ന് വിളിച്ചപേക്ഷിച്ചവരെ അവിടെ ദൈവം പ്രവർത്തിക്കട്ടെ. ദൈവത്തിന്റെ പ്രവർത്തിക്ക് നീ ഒന്ന് വിട്ടുകൊടുത്ത് ദൈവിക പ്രവർത്തിക്ക് വേണ്ടി ദൈവസമക്ഷം നിന്റെ അസ്വസ്ഥതകളെ ദൈവസമക്ഷം തുറന്നു വെച്ച് ഇതുവരെ മനുഷ്യന്റെ മുമ്പിൽ ലോകത്തിന് മുമ്പിൽ തുറന്നു വെച്ചതല്ലേ ഒരു പരിഹാരമാവാതെ, ഒരു വഴിയില്ലാതെ നീ ഇന്നും അലയുന്നതും പ്രശ്നത്തിന്റെ വലുപ്പവും പെരുപ്പവും കൂടി വരികയും ചെയ്തു നടക്കാം. അവിടെ ദൈവസമക്ഷം ഒന്ന് വിധേയപ്പെട്ട് വിശ്വസ്തയോടെ ആരോടും മറുതലിക്കാതെ, പരിധിയില്ലാതെ, പരിഭവമില്ലാതെ
പരാതികളില്ലാതെ നീ ഒന്ന് സമർപ്പിച്ചവരെ ഒന്ന് സമർപ്പിച്ചു. ഒരിക്കൽ കൂടി ഇത് നിന്റെ ഹൃദയത്തിന്റെ ജീവിതത്തിന്റെ ഒരു സമർപ്പണമായി ഈ ഈരടികൾ ഈ വരികൾ മാറണം. മുദ്രകുത്തണം. പച്ചമുദ്രയുള്ളവരെ നാമത്തോടെ ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വോടി, ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വം. ശാന്തമായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നിന്റെ പ്രയാസങ്ങളുടെ മേൽ, നിന്റെ അസ്വസ്ഥതകളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടല്, ദൈവത്തിന്റെ ശക്തി വിശേഷത്തിന്റെ പ്രകടമായ അടയാളങ്ങൾ അതിന്മേൽ പതിയാനായിട്ട് അവരെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരും കാഴ്ചക്കാരാവത് ആരെങ്കിലും വ്യതിരിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ വിശുദ്ധ ദൈവത്തിൽ വ്യതിരിക്കാൻ പോവുകയാണ്. എല്ലാവരും ഹൃദയം തുടങ്ങി അതോടൊപ്പം സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഒന്ന് സ്തുതിച്ച് എന്റെ പ്രയാസങ്ങൾ, പ്രലോഭനങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ എത്ര വലുതാണ് ആർക്കും പരിഹരിക്കാനാവാത്തതാണ്. ഡോക്ടേഴ്സ് മെഡിക്കൽ ശാസ്ത്രം പോലെ കൈവിട്ട് കളഞ്ഞ അല്ലെങ്കിൽ പറ്റത്തില്ല, സാധിക്കുന്നില്ല നമുക്ക് മനസ്സായവരെ ഇതുപോലെ ഏറെ മനസ്സിനെ തളർത്തുന്ന രോഗമാവട്ടെ, ഏറെ മനസ്സിനെ പിടിച്ചുകൊടുക്കുന്ന ജീവിതത്തിൽ കൊണ്ടുവരുന്ന സാമ്പത്തിക ദുരിതങ്ങളെ കടബാധ്യതകളാകട്ടെ, ഏറെ ജീവിതത്തെ പ്രതിസന്ധിയാക്കുന്ന കുടുംബത്തിലെ അന്തരീക്ഷമാകട്ടെ, ഏറെ കുടുംബത്തെ പിടിച്ചുകൊടുക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തഴക്കദോഷങ്ങളുടെ ദുശീലങ്ങളുടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടം, മരണത്തിന്റെ, രോഗത്തിന്റെ വലിയ നീരാളി കുടുംബത്തിന്റെ എല്ലാ അസ്വസ്ഥതകളാകട്ടെ, അവിടേക്കെല്ലാം വിളിച്ച് അകത്തോടെ കാഴ്ചക്കാരൻ, കേൾവിക്കാരൻ, മാറ്റക്കാരനാണ് ഹൃദയം കൊണ്ടും മധുരം കൊണ്ടും ജീവിതം കൊണ്ടും തുറവിയോട് സമർപ്പിക്കുന്ന ഒരു ജീവിതമായി മാറി സ്തുതിച്ചു പ്രാർത്ഥിച്ച് ഈ പഞ്ചമരിക്കാൻ പോവുകയാണ്. വിശുദ്ധരാജ്ഞയുടെ പഠിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ എല്ലാ അവസ്ഥകളിൽ ദൈവസമക്ഷം വിശ്വാസ കണ്ണുകൾ കൊണ്ട് ആത്മീയമായിട്ടൊന്ന് തുറന്ന് സമർപ്പിക്കാം. ആത്മീയമായിട്ട് ദൈവസമക്ഷം സമർപ്പിക്കാം. ഒരു കൂട്ടായ്മയിലാണ്, പരിശുദ്ധമായ ദേവാലയത്തിലാണ്, പരിശുദ്ധമായ ശുശ്രൂഷയിലാണ് ഇവരെല്ലാം നിങ്ങൾ സമർപ്പിക്കുക. ഈശോയെ ഈ ആലയത്തിൽ ഇന്നോളം പരികർമ്മം ചെയ്തിട്ടുള്ള എല്ലാ വിശുദ്ധ കൂടാശിയുടെ അനുഗ്രഹ അഭിഷേകത്താല് ഈ ആലയത്തിൽ ഇന്നോളം ശുശ്രൂഷ നിർവഹിച്ചവരെല്ലാം അഭിഷേകത്തോട് കണ്ടുകൊണ്ട് തന്നെ മുതൽ കണ്ടുമ്പോൾ ധാരാളം പ്രത്യേക ബാധ്യതയുണ്ട്. നാമത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹൃദയ പരമാർത്ഥതയോടെ വിശ്വാസത്തോടെ നാമത്തോടെ സമർപ്പണത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് സർവജ്ഞനായ ഭഗവത്താവ് തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകർ സകല ജന്മങ്ങളുടെ സൗഭാഗ്യങ്ങളെ ഒരവണമായ ദൈവമേ നിന്റെ സ്നേഹമാരുടെ സ്വഭാവങ്ങൾ ഈ മക്കളെ തൃപ്തിപ്പാക്കണമേ. ഇവരാ സമർപ്പിക്കുന്ന മേഖലകളെ, ഇവരാ സമർപ്പിക്കുന്ന വ്യക്തികളെ, ഇവരാ സമർപ്പിക്കുന്ന ജീവിതത്തിന്റെ ഓരോ ഘടകങ്ങളെ നിന്റെ കൃപയ്ക്ക് മുമ്പിൽ, നിന്റെ കരുണയ്ക്ക് മുമ്പിൽ, നിന്റെ അനുഗ്രഹ വാഗ്ദാനങ്ങൾ പരിശുദ്ധാത്മാവിന് നിറവിലും ശക്തിക്കും വെളിപ്പെടുത്തുന്ന വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. നാഥാ നീ തൊട്ടൊരു ജീവിതം, നാഥാ നിന്നെ തൊട്ടൊരു ജീവിതം എല്ലായിടത്തും എല്ലായ്പ്പോഴും അറിയാനും അനുഭവിക്കുവാനും അത് ജീവിതം കൊണ്ട് മറ്റുള്ളവരെ അറിയിക്കുവാനും ഈ വലിയ മക്കള് നിന്റെ വലിയ കൃപാകരാശമുണ്ട്, വലിയ സ്നേഹ ഹൃദയം കൊണ്ട് ഈ മകളെ സംരക്ഷിച്ചിട്ട് അനുഗ്രഹിക്കുക. സ്തുതിച്ച് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് സ്തുതിച്ച് ഒന്ന് സ്നേഹിക്കുന്ന സ്തുതിച്ച് ഒന്ന് പുതിച്ച് ധാരിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശ്വരശിയായുടെ സകലവിധ വാഗ്ദാനങ്ങൾ അനുഗ്രഹങ്ങൾ അഭിഷേകത്തിന്റെ ദിനത്തിന്റെ ശുശ്രൂഷകളെല്ലാം കാരണബോധമായി തീരുവാൻ പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധ പിതാവേ, സകല മാലാഖമാരെ, സകല വിശുദ്ധരെ, ഞങ്ങളുടെ പേരിന്റെ കാരണബോധരായ വിശുദ്ധരെ, ഞങ്ങളുടെ പ്രിയ കാവ്യമാലാഖമാരെ, ഞങ്ങളുടെ പ്രിയ ഇടവക ദേവാലയ മധ്യസ്ഥരെ, ധന്യകട്ടിൽ മത്തായിച്ച